ഇവിടെ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മറ്റാരൊക്കെയോ ആണെന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ എന്ന് വിചാരിച്ച് നിരാശയോടെ നിൽക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത്. ദ വേ ദ വേൾഡ് ഈസ്. നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകും. ഇതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇത് സിവിൽ സർവന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഐഎസുകാരനുമായിട്ടോ ഒന്നും ജനിച്ചു വീണൊന്നും ആളൊന്നും അല്ല ഞാൻ. അത് കിട്ടി. ദാറ്റ് ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്, ഐ എം കണ്ടന്റഡ് വിത്ത് ഇറ്റ് എന്നുള്ളത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു വലിയ നഷ്ടബോധമോ അല്ലെങ്കിൽ വലിയ സംഭവം ഒന്നുമില്ല. ഇപ്പൊ സസ്പെൻഷൻ ആയാലും എന്ത് കൊണ്ടുപോയാലും ഡസൻ റിയലി അഫക്ട് മീ. എനിക്ക് വേറെയും പണിയുണ്ട്, എഴുതാനുണ്ട്, വായിക്കാനുണ്ട്, വേറെ 100 പണിയുണ്ട്. എന്റെ സേവനം പിന്നെ റേഷനറി വാങ്ങിക്കാൻ പകുതി കാശ് കിട്ടുകയും ചെയ്യും. അത്രേ ഉള്ളൂ. ഇത് മാത്രമല്ല, സത്യം പറഞ്ഞ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ ബാക്കി തീർക്കാനുണ്ട്. കുറച്ചുകൂടെ വേഗത്തിൽ അത് തീർക്കാൻ സാധിക്കും. കുറച്ചുകൂടെ സമയം കുടുംബമായിട്ട് ചെലവഴിക്കാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ഏതാനും മാസമായിട്ട് വളരെയധികം എന്റെ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത് ക്യാംകോ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട് കൊച്ചിയില്. ഏതാണ്ട് പൂട്ടിപ്പോകും എന്നുള്ളൊരു അവസ്ഥയിലുള്ള എനിക്ക് വളരെ ഇമോഷണലി അറ്റാച്ച്മെന്റ് തോന്നി. കാരണം അവിടുത്തെ വളരെ നല്ല പാവപ്പെട്ട ജീവനക്കാരാണ്. അവരുടെ ഒരു വലിയ ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും അത് തിരിച്ച് റിവൈവ് ചെയ്യണം എന്നുള്ളത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് അതിനു വേണ്ടിയുള്ള ഒരു എഫേർട്ടായിരുന്നു. അത് ഏതാണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിൽ നിൽക്കുന്ന സമയത്താണ് എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അതർവൈസ് ഇറ്റ്സ് ഓക്കെ. പാവം, എനിക്ക് ആക്ച്വലി ഫീൽ സോറി ഫോർ ദം. കാരണം ക്യാംകോയിലെ ജീവനക്കാരും ഈ ചെറിയൊരു കാലയളവിലാണെങ്കിൽ പോലും എന്റെ അധികം ചുമതലയായിട്ട് ഉള്ളൊരു സ്ഥാപനമാണ്. അവര് എന്ന് മാത്രമേ ഇന്നിപ്പോ സാധാരണ നമ്മൾ എന്തെങ്കിലും സഹായമോ ഒന്നും ചോദിക്കേണ്ടത് അവിടുത്തെ യൂണിയനുകൾ എല്ലാവരും കൂടി ഞാൻ ആക്ച്വലി ടച്ച്ഡ്. കാരണം അവിടുത്തെ INTUC, CITU, AITUC എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് പേടിച്ച് അവര് CM-നൊക്കെ എന്താ പറയാ ഒരു പെറ്റീഷൻ കൊടുത്തു. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ കൊടുക്കാൻ പോകുന്നത്? കാരണം അങ്ങനെ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നില്ല. കാരണം ന്യായമായിട്ടുള്ളത് നടക്കും. നമ്മൾ സാധാരണ യു ഹിയർ യുവർ സൈഡ് അല്ലേ, ന്യായമായിട്ടുള്ളത്. നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു അന്യായമായിട്ടുള്ളത് നടക്കും എന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്? പ്രശാന്ത് IAS ഒരു കാര്യം കൂടി, ഇപ്പോൾ നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ഏഷ്യൻ ന്യൂസിൽ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു 2 IAS ഉദ്യോഗസ്ഥന്മാരും പക്വത കാണിച്ചില്ല എന്നാണ് പറയുന്നത്. ഈ പക്വതയുണ്ടോ ഇല്ലയോ എന്ന് അളന്നിട്ടല്ല നമ്മള് ഡിസിപ്ലിനറി ആക്ഷനോ അല്ലെങ്കിൽ സസ്പെൻഷനോ സാധാരണ ചെയ്യാറ്. നമ്മുടെ ഭരണഘടന നമുക്ക് ആർട്ടിക്കിൾ 19(1)A പ്രകാരം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോണ്ടാക്ട് റൂളൊക്കെയാണ്. കോണ്ടാക്ട് റൂളിനകത്ത് പറഞ്ഞിരിക്കുന്ന സർക്കാരിനെയും സർക്കാർ നയങ്ങളെയും വിമർശിക്കരുതെന്നാണ്. ഞാനൊരു നിയമ ബിരുദധാരിയും കൂടെയാണ്. അപ്പൊ അതിനനുസരിച്ച് എനിക്ക് എന്റെ പരിമിതികൾ അറിയാം. നിയമത്തിന്റെ ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് പ്രവർത്തിക്കാനും അറിയാമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. നിയമവ്യവസ്ഥയെ ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്നിരിക്കാം, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ ഫയൽ നോട്ടിങ്ങിൽ എഴുതിയെന്നിരിക്കാം. പക്ഷെ ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി അല്ലേ, എന്റെ എന്ന് മാത്രമല്ല അവകാശവും കൂടെയാണ്. ഇപ്പൊ ആർട്ടിക്കിൾ 19(1)നെക്കാട്ടിലും മേലെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടത്ര പക്വത കാണിച്ചില്ല, അല്ലെങ്കിൽ വാട്ട് എവർ, ഇത് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഒരു ശിക്ഷാ നടപടി ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്തവരെയൊക്കെ വെട്ടിക്കൊല്ലുന്നൊക്കെ പറയുന്ന കൂട്ടായിട്ട് ദാറ്റ്സ് നോട്ട് ഫെയർ. പ്രശാന്ത് IAS ഒരു കാര്യം കൂടി, ഇപ്പോൾ യഥാർത്ഥത്തിൽ സസ്പെൻഷൻ പെൻഡിങ് എൻക്വയറി എന്നുള്ള വാക്ക് തന്നെയായിരിക്കുമല്ലോ ഇതിലും ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ ഈ അന്വേഷണത്തോട് താങ്കൾ സഹകരിച്ച് മുന്നോട്ട് പോകുമോ ഒരു ഇരുത്തം എന്ന IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ? അതോ താങ്കൾ നിയമത്തിൻ്റെ വഴി തേടുമോ? എന്നുവെച്ചാൽ നാച്ചുറൽ ജസ്റ്റിസ് താങ്കൾക്ക് നിഷേധിക്കപ്പെട്ടു എന്ന് കാരണം പറഞ്ഞ് താങ്കൾക്ക് വേണമെങ്കിൽ കോടതിയിൽ പോകാമല്ലോ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് സമീപിക്കാമല്ലോ. ഇവിടെ വേണമെങ്കിലും പോയാൽ എനിക്ക് അറിയാമോ ഒരു ദിവസത്തെ ഒരു ഫയൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. ബട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോ 2 വർഷമായിട്ട് എനിക്ക് ന്യായമായി കിട്ടേണ്ടിയിരുന്ന പ്രൊമോഷന്റെ ഫയല് സ്റ്റിൽ പെൻഡിങ്. ഞാൻ ഇപ്പോഴും സ്പെഷ്യൽ സെക്രട്ടറി റാങ്കിൽ വർക്ക് ചെയ്യാണ്. പലർക്കും അറിയത്തില്ല. എന്നെക്കാട്ടിലും ജൂനിയർ ആയിട്ടുള്ള ബാച്ചുകാരെ സെക്രട്ടറി പദവിയിലോട്ട് പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഐ എം നോട്ട് റിയലി ബോതേർഡ് അബൌട്ട് ഇറ്റ്. കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല ടീമുണ്ട്, നല്ല മിനിസ്റ്റർ ഉണ്ട്, നല്ല ഒരു എന്റെ ഇമ്മീഡിയറ്റ് ബോസ് ആയിട്ടുള്ള നല്ലൊരു ഓഫീസർ ഉണ്ട്. സോ ഐ എം റിയലി ഹാപ്പി. നമുക്കൊരു വർക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഈ പദവി ഇതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കറക്റ്റ് ചെയ്തിട്ട് പഴയ ഡേറ്റ് വെച്ച് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഐ എം നോട്ട് റിയലി ബോതേർഡ് അബൌട്ട് ഇറ്റ്.
ഇപ്പൊ ഇതിനകത്ത് പോലും എന്റെ ഒരു നേച്ചർ വെച്ചിട്ട് ഇതിനു വേണ്ടി ഇപ്പൊ കേസും മക്കാണും ഒക്കെ ആയിട്ട് പോകണമെന്ന് ഐ ഹാവ് ടു തിങ്ക്. ഐ ഹാവ് ബെറ്റർ തിങ്സ് ടു ഡു ഇൻ ലൈഫ്. എന്റെ പ്രയോറിറ്റി ഇത് മാത്രമൊന്നുമല്ല. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പം നമ്മുടെ ഭരണഘടനയാണ് ഏറ്റവും വലുത്, ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ അതിനകത്ത് ആർട്ടിക്കിൾ 19(1)(a) പ്രകാരം എനിക്ക് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള പവേഴ്സ് അല്ലെങ്കിൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഇപ്പൊ എസ്പെഷ്യലി ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതൊക്കെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ സംസാരിക്കണമെന്നും സുഖിപ്പിക്കണമെന്നും ഒക്കെ പറയുന്നത് ആക്ച്വലി വെരി അൺഫെയർ. നമ്മുടെ റൈറ്റ് ടു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾസോ ദ റൈറ്റ് ടു ഒഫെൻഡ്. ആ ഒരു ഫണ്ടമെന്റൽ സാധനം മനസ്സിലാക്കാൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒഫൻഡ് എന്ന് കാര്യം കൂടി ഇന്ന് ഞങ്ങൾ പുറത്തുവിട്ട ഒരു രേഖയുണ്ടല്ലോ, അതായത് ഈ ഉന്നതിയുടെ ഫയലുകൾ മുഴുവനും താങ്കൾ ട്രാൻസ്ഫർ ചെയ്തിരുന്നു എന്നുള്ളത്, ഫയലുകളൊന്നും താങ്കൾ പൂഴ്ത്തിവെച്ചിരുന്നില്ല. അപ്പോൾ അതിലുള്ള ഒരു അഭിപ്രായം കൂടി താങ്കൾ പറഞ്ഞാൽ നന്നായിരുന്നു. കാരണം പ്രേക്ഷകർ ഇന്ന് നമ്മൾ ഈ പ്രൈം ടൈം വിത്ത് SK എന്നുള്ള പരിപാടി ആരംഭിച്ചപ്പോൾ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഈ പോരാട്ടത്തിൻ്റെ കഥയ്ക്കപ്പുറം ഇതെന്താണ് ഈ ഉന്നതിയുടെ ഫയലുകൾ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കളുടെ നിലപാട് എന്താണ്? ഈ ഉന്നതി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഉന്നതി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയിൽ നയാ പൈസ ചെലവാക്കാതെ സർക്കാരിന്റെ ഒരു പൈസയില്ല, ഒരാളെ പോലും നിയമിച്ചിട്ടില്ല. നമ്മൾ IIT, IIM, IRMA, ടിസ് ഇവിടെ നിന്നുള്ളത് സ്റ്റുഡൻസിന്റെ ഒരു കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കമ്പാഷനേറ്റ് കോഴിക്കോട് പ്രവർത്തിച്ച പോലെ ഒരു കൂട്ടായ്മയിൽ കുറേ പ്രോജക്ട്സ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഈ കൂട്ടായ്മ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഫയലുകളിലൂടെ അല്ല. ഒന്നാമത്തെ കാര്യം, ഇത് മൊത്തമായിട്ടും ഇത് റൺ ചെയ്യുന്ന സോഹോ പ്ലാറ്റ്ഫോമിലായിരുന്നു. സോഹോ പ്ലാറ്റ്ഫോം സോഹോയിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയത്തുള്ളൂ. ബാക്കി പിന്നെ മറ്റേ ഒരു ഗൂഗിൾ ഡ്രൈവും ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയാൽ പണി നടക്കും. നമുക്ക് പണിയാണ് നടക്കേണ്ടത്, ഫയൽ ഉണ്ടാക്കുക അല്ല വേണ്ടത്. പണി നടക്കാതെ എത്ര ഫയൽ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണ്? നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നോളജ് മിഷനുമായിട്ട് ടൈപ്പ് ചെയ്തു, സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ടൈപ്പ് ചെയ്തു. അപ്പൊ പിന്നെ അവരെ കൊണ്ടാണ് നമ്മൾ പണിയെടുപ്പിക്കുന്നത്. മീറ്റിംഗ് കൂടിയിട്ട് അവരിലൂടെ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ആകെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫയലുകൾ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഇൻകോർപ്പറേഷന്റെ ഫയലുകൾ, ഇതിന്റെ ബേസിക് ഡോക്യുമെന്റ്സ് ആണ്. ഈ ഡോക്യുമെന്റ്സ് മുഴുവനും നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തതിന്റെ രേഖകൾ ഉള്ളതാണ്. ഇപ്പം അത് പബ്ലിക് ഡൊമൈനിൽ ഇപ്പൊ വന്നു കഴിഞ്ഞല്ലോ. അത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അവിടെ നിന്ന് തന്നെ പൂർണ്ണമായിട്ടും സ്വീകരിച്ചു, കിട്ടി എന്ന് ബോധ്യപ്പെട്ട് അടുത്ത ആൾക്ക് കൈമാറ്റം ചെയ്യാൻ പറഞ്ഞു. എല്ലാ ഡോക്യുമെന്റ്സ് ആയിരുന്നു, പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. അത് പെട്ടെന്ന് ഒരാൾ പറയുന്നു ഇതൊന്നും ലഭ്യമല്ല, കണ്ടിട്ടില്ല, കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് കംസ് ആസ് എ സർപ്രൈസ് ആൻഡ് എ ഷോക്ക്. കാരണം ഞാൻ ഒരു പോസ്റ്റ് ഒന്ന് വിട്ടിട്ട് കഴിഞ്ഞ മാർച്ചിൽ വിട്ടിട്ട് ഇത് നവംബറായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, മാർച്ചിൽ അവിടെ നിന്ന് വിട്ട് നവംബറിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു ദിവസം രാവിലെ മാതൃഭൂമി പത്രത്തിൽ അങ്ങ് പറയാണ്, അല്ലെങ്കിൽ ചാനലിൽ പറയാണ്, ഞാൻ ഏതാണ്ട് കുറെ ഡോക്യുമെന്റും വലിയ ഫയലും, കേട്ടാ തോന്നും എന്തോ കോടിക്കണക്കിന് രൂപയുടെ എന്തോ അഴിമതിയൊക്കെ നടത്തുന്നത്. നയാ പൈസ ബഡ്ജറ്റിൽ അലോക്കേഷൻ പോലും ഇല്ലാത്തൊരു സ്ഥാപനമാണെന്ന് ആലോചിക്കണേ.